സോളാർ പീഡനക്കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും കുടുക്കാൻ കെ.ബി. ഗണേഷ് കുമാർ നേരിട്ട് ഗൂഢാലോചന നടത്തിയെന്ന നിർണായക വെളിപ്പെടുത്തലുമായി അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ. കേസിലെ സാക്ഷിയായ ഫെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഗണേഷ് കുമാറിനെ കുഴപ്പത്തിലാക്കുന്ന ഈ മൊഴി നൽകിയിരിക്കുന്നത്. സോളാർ പീഡനക്കേസിൽ തൻ്റെ പി.എ. പ്രദീപ് കുമാർ ആവശ്യപ്പെടുന്ന സഹായങ്ങൾ ചെയ്തു നൽകണമെന്ന് കെ.ബി. ഗണേഷ് കുമാർ തന്നോട് നേരിട്ട് നിർദ്ദേശിച്ചു എന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഇ.ആർ. അർജുൻ രാജ് മുൻപാകെ മൊഴി നൽകി. ഗണേഷ് കുമാറിൻ്റെ ബന്ധുവായ ശരണ്യ മനോജിൻ്റെയും പി.എ. പ്രദീപ് കുമാറിൻ്റെ ഫോണിൽ നിന്നും പലതവണ ഗണേഷ് കുമാർ വിളിച്ചിരുന്നതായും ഫെനി മൊഴി നൽകിയിട്ടുണ്ട്. സോളാർ പീഡനക്കേസിലെ പരാതിക്കാരി സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ച് അഡ്വക്കേറ്റ് സുധീർ ജേക്കബ്, അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത്. ഗണേഷ് കുമാറിന് നേരിട്ട് കാണാൻ താല്പര്യമുണ്ടെന്ന് പ്രദീപ് കുമാർ അറിയിച്ചത് പ്രകാരം 2015 ഏപ്രിലിൽ താൻ കൊട്ടാരക്കരയ്ക്കും ഏനാത്തിനും മധ്യേ റോഡ് സൈഡിൽ കാറിൽ കാത്തു നിന്നിരുന്നു. അപ്പോൾ മറ്റൊരു കാറിൽ പ്രദീപ് കുമാറിനൊപ്പം ഗണേഷ് കുമാറും വന്നു. എന്നാൽ അപ്പോൾ വിഗ് ധരിക്കാതെയാണ് ഗണേഷ് കുമാർ എത്തിയതെന്നും ഫെനി മൊഴി നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും പീഡനക്കേസുകളിൽ കുരുക്കാൻ വലിയ ഗൂഢാലോചന നടന്നു എന്നാണ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ്റെ നിർണായക മൊഴിയിൽ പറയുന്നത്. വ്യാജമായി കൂട്ടിച്ചേർത്ത 4 പേജുകളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും ഉൾപ്പെടുത്തുന്നതിനെ സോളാർ പീഡനക്കേസിലെ പരാതിക്കാരിയോട് തൻ്റെ എതിർപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ അവർ പറഞ്ഞത് ഗണേഷ് ഏട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തതെന്നും അത് ഇനി ഒഴിവാക്കാൻ പറ്റില്ല എന്നുമാണ്. 2013 ജൂലൈ 24-ന് പത്തനംതിട്ട ജില്ലാ ജയിലിൽ പോയി അവരെ കണ്ടു. അവർ എഴുതി തയ്യാറാക്കിയ 21 പേജുള്ള കത്ത് എന്നെ ഏൽപ്പിച്ചു. 21 പേജുകൾ അതിലുണ്ടെന്ന് ജയിൽ സൂപ്രണ്ട് കൈപ്പറ്റി രസീത് നൽകുകയും ചെയ്തു. കത്ത് ഗണേഷ് കുമാറിൻ്റെ ബന്ധുവായ ശരണ്യ മനോജിനെ പ്രദീപ് കുമാർ വഴി കൈമാറി. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ തന്നോട് ലൈംഗിക അതിക്രമം നടത്തി എന്ന് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ പറയണമെന്ന് സോളാർ കേസിലെ പരാതിക്കാരി ആവശ്യപ്പെട്ടതായും ഫെനി മൊഴി നൽകി. കെ.ബി. ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ പറയുന്നതെന്നും അങ്ങനെ ചെയ്താൽ പ്രയോജനം ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു. പക്ഷേ സോളാർ കമ്മീഷനിൽ അങ്ങനെ താൻ മൊഴി നൽകിയിട്ടില്ല. ഇനി ഒരിക്കലും ഗണേഷ് കുമാർ മന്ത്രിയാകില്ലെന്നും ഇവരെല്ലാം ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയെന്നും അവർക്ക് ഒരു പണി കൊടുക്കണമെന്നും 4 പേജുകൾ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഭാഗമായി ശരണ്യ മനോജ് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞത് പ്രകാരം 4 പേജുകൾ സ്വന്തം കൈപ്പടയിൽ എഴുതി 21 പേജുള്ള കത്തിനൊപ്പം പരാതിക്കാരി കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് യഥാർത്ഥ കത്തെന്ന് പറഞ്ഞ് 25 പേജുകളുള്ള കത്ത് സോളാർ കമ്മീഷനിൽ ഹാജരാക്കിയത്. 25 പേജുള്ള കത്തിൻ്റെ കൈപ്പടയും ഒപ്പും ഇന്നലെ കോടതിയിൽ ഫെനി തിരിച്ചറിയുകയും ചെയ്തു. നിലവിലുള്ള UDF സർക്കാരിന് ഒരു പണി കൊടുക്കുക എന്നതായിരുന്നു ഗൂഢാലോചനയുടെ ലക്ഷ്യമെന്നും ഫെനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ ഗണേഷ് കുമാറിനെ 2ാം പ്രതിയാക്കി കോടതി നേരത്തെ സമൻസ് അയച്ചിരുന്നു. ഫെനിയുടെ ഈ മൊഴിയോടെ ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവിയിലും സോളാർ ഗൂഢാലോചന കേസിൻ്റെ ഗതിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കും. 21 പേജുള്ള ആദ്യ കത്തിന് പകരം 25 പേജുള്ള കത്ത് സോളാർ കമ്മീഷൻ നൽകിയപ്പോൾ ഉമ്മൻചാണ്ടിയെ കൂടാതെ KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, അനിൽകുമാർ, ഹൈബി ഈഡൻ തുടങ്ങിയവരുടെ പേരുകളും ഉണ്ടായിരുന്നു. ഇതേസമയം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ സോളാർ കേസിലെ വിചാരണ മാറ്റിവെക്കണമെന്ന ഗണേഷ് കുമാറിൻ്റെ വാദത്തിൽ കോടതി വിധി പറയാൻ മാർച്ച് 11-ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്.